കാക്കി സ്വപ്നം കണ്ട് വർഷങ്ങളായി പഠിക്കുന്നു. CPO പരീക്ഷ അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു. പക്ഷേ ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക്, കാക്കി ഇട്ട ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല അല്ലേ? ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം സ്മാർട്ട് വർക്കിന് അഭാവമാണ്. ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടെത്തി പഠിച്ച് പരിശീലിക്കുമ്പോഴാണ് നമുക്ക് ടോപ്പ് റാങ്ക് അടിക്കാൻ പറ്റുന്നത്. പല പരീക്ഷകൾക്ക് എന്നെ റാങ്ക് ഹോൾഡർ ആക്കാൻ സഹായിച്ച ടെക്നിക്ക് അത് തന്നെയാണ്. ഇവിടെ എല്ലാവരും പഠിക്കുന്ന സോഴ്സ് ഒന്ന് തന്നെയാണ്. പക്ഷെ ചില ചോദ്യങ്ങൾ, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞെട്ടിക്കുന്ന കുറേ സോഴ്സസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. എല്ലാം തെളിവ് സഹിതമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ CPO ബാച്ച്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്റ്റാർട്ട് CPO ബാച്ചിൽ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്സ് തന്നെയാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ടെക്നിക്സും ഈ സോഴ്സുകളും ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് അടിക്കാൻ പറ്റും. ഒരു അഫോർഡബിൾ കോഴ്സാണ് നമുക്ക്. നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് വരാവുന്നതാണ്. അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 100 പേർക്ക് പകുതി 50% ഓഫ് ഉണ്ട്. അതായത് 3500 രൂപ ക്യാഷ് ബാക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ നമ്മൾ ടെലിഗ്രാമിൽ തരുന്നതാണ്. ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക. ഇത്തരത്തിലുള്ള റയർ നോട്ട്സ്, മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ നിങ്ങൾക്ക് വേണ്ടുന്ന കണ്ടന്റ് അവിടെ കിട്ടും. ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം ബേസിക് സോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SCRT എന്ന് ചോദ്യം വരും, റാങ്ക് ഫയൽ എന്ന് ചോദ്യം വരും, മുൻകാല വർഷം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചോദ്യം വരും. ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ട് പോകുന്നതാണ് അല്ലേ? പക്ഷേ റാങ്ക് ഹോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടാത്ത ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തി അതിൻ്റെ ഉത്തരം കറപ്പിക്കുമ്പോഴാണ് അയാൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടുന്നതും റാങ്ക് ബൂസ്റ്റ് ആവുന്നത്. CPO വലിയ വേക്കൻസി തന്നെ വരാൻ പോകുന്നത്. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തരുത്. പാറ്റേൺ മാറി, PSC പരീക്ഷയുടെ പാറ്റേൺ മാറിയ പാറ്റേണിനെ ഉൾക്കൊണ്ടുകൊണ്ട് മിടുക്കന്മാരായിട്ട് മിടുക്കികളായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഈ മാറ്റം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയുടെ പിന്നിലേക്ക് പോകും. ഈ സോഴ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനോടൊപ്പം ഞാനിനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം. സിവിൽ സർവീസസിന്റെ മുൻകാല വർഷ ചോദ്യങ്ങളിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് +2 ലെവലും LDC ലെവലും ഒക്കെ വരാറുണ്ട്. പല വീഡിയോ ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും, അയ്യോ ഇതിനി അതൊക്കെ പഠിക്കണമല്ലോ. ഒരു വിഷമത്തിന്റെ ആവശ്യമില്ല. ഇതൊരു ഷോർട്ട് കട്ടാണ്. കഴിഞ്ഞ ഒരു 25 വർഷത്തെ UPSCയുടെ ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ അത് നോക്കി പഠിക്കാന്നുണ്ടെങ്കിൽ കാണാപ്പാടം പഠിച്ചാലും മതി. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊരു ഷോർട്ട് കട്ട് അല്ലേ? ഒരു വലിയ റാങ്ക് ഫയൽ പഠിക്കുന്നതിൻ്റെ 100ൽ 1% എഫേർട്ട് മതി ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ബാച്ചസിലും ഇതിന്റെ സ്പെഷ്യൽ സെഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിലെയും കേരള PSCയിലെയും എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഈ ഡേറ്റിൽ ചോദിച്ച ഒരു CPO പരീക്ഷയുടെ ചോദ്യപേപ്പറാണത് അല്ലേ? 2023 ചോദിച്ചൊരു ചോദ്യപേപ്പറാണത്. കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സിൽ ഒരു ചോദ്യമായിരുന്നത്. ചോദ്യം നോക്കൂ. സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകളിൽ തെളിവായി കോടതി കണക്കാക്കുന്ന ഏതൊക്കെ സാഹചര്യങ്ങളാണെന്നുള്ളത് ചോദ്യം. ഈ സമയത്ത് കത്തി നിന്നൊരു ടോപ്പിക്കുണ്ട്. തടവിൽ പാർപ്പിച്ചിരിക്കുന്ന വ്യക്തി, ഇപ്പം പോലീസുകാരൻ ഒരാൾ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്തിട്ടിരിക്കുകയാണ്. അയാളുടെ സാക്ഷ്യം, അതായത് പോലീസ് കസ്റ്റഡിയിലുള്ള ആ വ്യക്തിയുടെ സാക്ഷിമൊഴി കോടതിക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വന്നിരുന്നു. കാര്യം എന്തുകൊണ്ടാണ്? പോലീസ് ചിലപ്പോൾ ഇയാളെ വിരട്ടി സമ്മതിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സാക്ഷി പറയിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സാക്ഷിമൊഴിക്ക് കോടതിയിൽ സാധുതയുണ്ടോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഈ പരീക്ഷയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിവിൽ സർവീസസിന്റെ പ്രിലിമിനറി പരീക്ഷ, അതേ വർഷത്തെ പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യമാണിത്. ഒന്ന് നോക്കിയേ, ഇത് കണ്ടോ? According to Prevention of Terrorism Act, confession of an accused before the police cannot be used as an evidence എന്ന് പറയുന്നത്. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരു വ്യക്തിയുടെ കൺഫെഷൻ എവിഡൻസ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നിവിടെ പറയുന്നുണ്ട്. ഇത് വലിയ ചർച്ചയാണ്. ഇവിടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിനെ സംബന്ധിച്ച് നോക്കുന്നത് തെറ്റാണ്. പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിൽ പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തി, അയാൾ ടെററിസ്റ്റ് ആയിരിക്കുമല്ലോ, അയാളുടെ മൊഴിയെ സാധൂകരിക്കാൻ പറ്റും കോടതിയിൽ. പക്ഷെ നോർമൽ സിനാരികൾ ഇത് പറ്റത്തില്ല. അതാണ് ഇവിടെയും ചോദ്യം വന്നിരിക്കുന്നത്. കണ്ടോ? പോലീസ് തടങ്കിൽ വെച്ച് നടത്തുന്ന കുറ്റസമ്മതം കൺഫെഷൻ, പോലീസ് തടങ്കിൽ വെച്ച് നടത്തുന്ന കുറ്റസമ്മതം വാലിഡ് ആണോ? ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ വാലിഡ് അല്ല. രണ്ടാമത്തെ സ്റ്റേറ്റിന് തെറ്റാണ്. അതുകൊണ്ട് അതിന് ഉത്തരം എന്ന് വെച്ചെങ്കിൽ ബി. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്തയാണ്. പക്ഷേ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ടിന് അണ്ടറിൽ വാലിഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ സോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? കസ്റ്റഡിയിൽ വെച്ച് നടത്തുന്ന കുറ്റസമ്മതം കൺഫെഷൻ, അതിന് കോടതിയുടെ മുമ്പിൽ വിലയുണ്ടെന്നുള്ളത് ചോദ്യം. പല സാഹചര്യങ്ങളിൽ വിലയില്ല, ചില സാഹചര്യങ്ങളിൽ അതിന് വിലയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സോഴ്സ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാം. ഇതൊരു 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. സോ ഇതാണ് സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുക. ജോലി കിട്ടുന്നില്ല എന്നുള്ള പലതും മാറ്റി വെച്ചിട്ട് പുതിയ പാറ്റേണിൽ, പണ്ടത്തെ പോലെ തത്തമ്മയെ പൂച്ചയല്ല, പുതിയ പാറ്റേണിൽ ആഴത്തിലിറങ്ങി പഠിക്കാം.
ഈ പാറ്റേൺ ആണ് എളുപ്പം. ബിക്കോസ് എനിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിച്ചതും പാറ്റേൺ മാറിയതുകൊണ്ട് മാത്രമാണ്. ബിക്കോസ് അത്ര ഭീകരമായ ഓർമ്മശക്തി എന്നുള്ള വ്യക്തിയല്ല ഞാൻ. റാങ്ക് ഫയലിൽ നിന്ന് കാണാൻ വഴിക്ക് എന്നെ കൊണ്ട് ഒക്കത്തില്ല. പാറ്റേൺ മാറിയത് കൊണ്ട് നമ്മൾ കോണ്ടെക്സ്റ്റ് അറിഞ്ഞ് വിശകലനാത്മകമായി പഠിച്ചാൽ മതി. കുറേ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായി ഉപയോഗിക്കാം. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ അവസ്ഥ കണ്ടല്ലോ. നമുക്ക് മറ്റു ചോദ്യങ്ങൾ നോക്കാം. മറ്റൊരു പേപ്പറിൽ നിന്ന് വന്നുള്ള ചോദ്യമാണിത് അല്ലേ. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? PSC ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നതല്ലേ. നോക്കിയേ, സ്വത്തവകാശം മൗലികാവകാശമാണ്, സ്വത്തവകാശം നിയമാവകാശമാണ്, സ്വത്തവകാശം മൗലികാവകാശം നിയമാവകാശമാണ്. ഇത് വളരെ റീസെന്റ് ആയിട്ട് വന്ന ചോദ്യപേപ്പറാണ്. 2005 സിവിൽ സർവീസ് പ്രിലിംസിൽ ചോദ്യം വന്നിട്ടുള്ളതാണ്. ഇവിടെ പറയുന്നത് കണ്ടോ, സ്വത്തവകാശം റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ലീഗൽ റൈറ്റ് ബട്ട് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് സ്വത്തവകാശം നിയമാവകാശമാണ്, സ്വത്തവകാശം മൗലികാവകാശം അല്ലെന്നാണ് പറയുന്നത്. ഈ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്ത് പോയി ഒരാൾക്കറിയാം ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ. അപ്പോൾ ഇതിന് ഉത്തരം തരും. 24ാമത്തെ ചോദ്യത്തിന് ഉത്തരം തരും എ ആണ് ഇതിൻ്റെ ഉത്തരം. എ. ഇതിൻ്റെ ഉത്തരം എന്താണ്? 301 തെറ്റാണ്. ഇത് ശരിയാണ്. ഇത് 2 and 3 ബി ആണ് ഒരു ഉത്തരം വരിക. അപ്പോൾ ഈ ചോദ്യം വർക്കൗട്ട് ഇതിൻ്റെ സോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊക്കെ NCERT SCERT ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ കടൽ പോലെ കിടക്കാം. ഇവിടെ നിന്ന് എന്ത് പഠിക്കണമെന്നുള്ളതിൻ്റെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു ഒരു നക്ഷത്രം അല്ലെങ്കിൽ വഴികാട്ടിയായിട്ടുള്ള നക്ഷത്രം എന്ന് പറയുന്നത് സിവിൽ സർവീസ് ചോദ്യപേപ്പറുകളായിരിക്കും. ഏറ്റവും ക്രീം ചോദ്യങ്ങൾ അവിടെ നിന്നാണ് ഇപ്പോൾ PSC എടുക്കുന്നത്. ഇതാണ് അതിന് മറ്റൊരു എക്സാമ്പിൾ. അപ്പം നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ. ഈ ചോദ്യത്തിന് 77ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ എന്ന് വരും. കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് ചോദ്യപേപ്പറാണത്. ഇത് ബി, ഇത് എ, ഇത് ബി. ഓക്കെ. സോ ഈ രീതിയിൽ വിശകലനാത്മകമായി വേണം പഠിക്കാൻ. അപ്പം നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ കൂടെ മാത്രം പോയാൽ നിങ്ങൾക്ക് ധാരാളം ടിപ്സ് ആൻഡ് ടെക്നിക്സ് കിട്ടും. നമുക്ക് ഈ വർഷം തന്നെ ജോലി നേടിയെടുക്കണം. ഒരു എക്സ്ക്യൂസും ഇല്ല. എൻ്റെ കൂടെ നിന്ന് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഫ്രീ മെറ്റീരിയൽ ധാരാളം ടെലിഗ്രാമിൽ യൂട്യൂബിൽ തരുന്നതാണ്. അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സസ് നിങ്ങൾക്ക് ഇതിന് പാരലൽ ലഭിക്കുന്നതാണ്. നമുക്ക് ഒരു ചോദ്യം കൊണ്ട് നോക്കിയാലോ. ഈ ഒരു ചോദ്യം നോക്കിയേ, മറ്റൊരു CPO മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. CPO മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ സംബന്ധിച്ച ചോദ്യമാണ്. ഇത് കണ്ടോ, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ഇതൊക്കെ ആദ്യമായാണ് ആ കാലഘട്ടത്തെ ചോദ്യം വന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും, പക്ഷെ അന്ന് ഇത് ആദ്യമായിട്ടാണ് ചോദ്യം വന്നത്. എവിടുന്നാണ് ചോദ്യം വന്നത്? സിവിൽ സർവീസിനകത്ത് 2013 2002 ചോദിച്ചതാണ്. എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? അത് ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ആയിരുന്നു. പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് വഴി ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് ആണ് നടന്നത്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ പേരിലല്ല അവിടെ ഇലക്ഷൻസ് നടന്നിട്ടുള്ളത്. കാര്യം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഏറ്റവും വലിയ വിമർശനം തന്നെ അതാണ്. അവിടെ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുത്തത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ ബേസിസിലല്ല, ഇൻഡയറക്റ്റ് ഇലക്ഷന്റെ ബേസിസിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിമർശനമായിട്ടുള്ള നമ്മൾ പറയുന്നത്. അപ്പോൾ 19ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും? സി ആണ് ഈ ചോദ്യത്തിന് ഉത്തരം വരിക. കാര്യം ഇത് തെറ്റാന്ന് നമുക്ക് കാണുമ്പോൾ പറയാം. 2 തെറ്റാന്ന് അറിഞ്ഞാൽ പിന്നെ എല്ലാം പോയി ഒറ്റയടിക്ക് സിയിലേക്ക് എത്താൻ പറ്റും. ഇതൊരു ഷോർട്ട് കട്ടാണ് പിള്ളേരെ. കാര്യം CPO അല്ലെങ്കിൽ +2 ലെവൽ CEO അതുപോലുള്ള പരീക്ഷകൾക്ക് LTC എക്സാമിനാണെങ്കിൽ പോലും ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള LTCയുടെ ഫുൾ സിലബസ് കോഴ്സ് വെറും 550 രൂപയ്ക്കാണ് തരുന്നത്. റാങ്ക് ബൂസ്റ്റർ ബാച്ച് വെറും 999 എന്നൊരു എമൗണ്ടിലാണ് നിങ്ങൾക്ക് തരുന്നത്. ടെസ്റ്റ് സീരീസ് 499 ആണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സസും ഏറ്റവും ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും ഹൈ ക്വാളിറ്റിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ വിഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ CPO ബാച്ചിൻ്റെ ഭാഗമാകാൻ, അതായത് ഒരു 10 മാസം അല്ലെങ്കിൽ 12 മാസം എൻ്റെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ, വെറുതെ പഠിക്കലല്ല, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും മിക്സ് ചെയ്തുകൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. മെൻറ്ററുമായി സംസാരിക്കുക, കോഴ്സിന് ഡീറ്റെയിൽസ് കിട്ടും. ഡയറക്റ്റ് അഡ്മിഷനിലേക്ക് വരാനാണെങ്കിൽ ടെലിഗ്രാമിൽ CPO ബാച്ച് എന്ന ഈ നമ്പറിലേക്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പാറ്റേൺ മാറി പുതിയ പാറ്റേണിൽ വേണം പഠിച്ചു തുടങ്ങാൻ. പുതിയ പാറ്റേണിൽ പഠിക്കാനായിട്ടുള്ള ധാരാളം ഫ്രീ റിസോഴ്സ് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. നമ്മുടെ ചാനൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അഫോർഡബിൾ കോഴ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് വേണം അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ സ്മാർട്ട് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അതും പറയാവുന്നതാണ് കേട്ടോ. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.